ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനെൻ്റെ മുടി കേളി ഹെയർ ആക്കുകയാണ് ഫുള്ളായിട്ട്. അതാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ മുടി കുറച്ച് ഭയങ്കര സ്ട്രെയിറ്റ് അല്ലെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ സ്ട്രെയിറ്റ് ആണെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത് ഇങ്ങനത്തെ ഒരവസ്ഥയാണ്. ചില നേരം തോന്നും എൻ്റെ മുടി ഭയങ്കര സ്ട്രെയിറ്റാണ്, ചില നേരം തോന്നും എൻ്റെ മുടി ഒട്ടും സ്ട്രെയിറ്റ് അല്ലാന്ന്. അപ്പോൾ എനിക്ക് തോന്നും എൻ്റെ മുടി നല്ല കേളായിരുന്നെങ്കിലും. അപ്പോൾ എനിക്ക് കേളി ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ കേളി ഹെയർ ഒക്കെ കാണുമ്പോൾ എന്ത് രസമായിരുന്നു സെറ്റ് ചെയ്തൊക്കെ ഇട്ടേക്കുന്നത്. പക്ഷെ അവരുടെ ബുദ്ധിമുട്ട് അത് വേറെയാണ്. ലൈക്ക് ഈ വീഡിയോ കാണുന്നതിൽ പല ആൾക്കാരും കേളി ഹെയർ ഉള്ളവരായിരിക്കും. അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പാട്. അയ്യോ, അപ്പോഴേ ഞാൻ ആലോചിച്ച സ്ട്രെയിറ്റ് ആയിട്ടുള്ള എൻ്റെ ഹെയർ കുറച്ച് നേരത്തെങ്കിലും ഒരു ഇങ്ങനെ ചുരുണ്ട് നല്ല രസമായിട്ട് ആഗ്രഹമാണ്. നടക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയത്തിയും പറഞ്ഞു നീ നല്ല മുടിയുടെ ഇല്ലാതാക്കാൻ പോകണമെന്ന്. ഇല്ലാതാക്കണേ അല്ല. സോ ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ. ആദ്യം തന്നെ ഇതുപോലൊരു ഒരു എംപ്റ്റി ആയിട്ടൊരു ബോട്ടിൽ വേണം. എന്നിട്ട് അതിൽ ഒരു ഹാഫായിട്ട് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഇനിയാണ് മെയിൻ പ്രോഗ്രാം. ഇനി ഇതിൻ്റെ അകത്ത് കേളിങ് ക്രീം അത് ഉപയോഗിക്കുക. കുറച്ച് വയ്ക്കുക, മതി, കുറച്ച് മതി. എല്ലാവരും ഹോപ്പല്ലേ, നടക്കുമായിരിക്കും. പിന്നെ കോമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യേണ്ടത് മുടീൻ്റെ ഈ താഴെന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇത്രയും ഹെയർ എന്താ ചെയ്യേണ്ടത്, ഇവിടെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുക. ഇങ്ങനെ ഇതെന്താവും തോന്നുന്നു അറിയാൻ വയ്യ. ചിരിയും വരുന്നുണ്ട്. നോക്കാം എന്താ സംഭവിക്കണമെന്ന്. സ്ട്രെയിറ്റ് മുടി വേറെ രൂപത്തിൽ ഇനി പാടും, നിങ്ങൾ കണ്ടോ. സോ ഞാൻ നല്ല രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തല്ലാനെടുക്കുന്ന വടിയില്ലേ, അതിൻ്റെ ഒരു അതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട് കാണാം. കേളിങ് ജെല്ലാണ്, അങ്ങനെ ഞാൻ കണ്ടത്. സോ ഇതിങ്ങനെ ആക്കിയതിന് ശേഷം കേളിങ് ജെല്ലെടുക്കുക. കുറച്ച് ലേശം ദുർലൂടായിട്ടുണ്ട്. സോ അത് ഉപയോഗിക്കുക. എനിക്കിത് കാണുമ്പോൾ ചിരി വരും, എനിക്കറിയാം. ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴും ചിരിയുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതിൽ. സോ ഒന്ന് നോക്കട്ടെ എന്താ നടക്കണമെന്ന് നോക്കാം. നല്ല രീതിക്ക് ജെല്ലൂടെ അങ്ങ് തേക്കുക. ഓക്കെ, ഇതിപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യാനുള്ള എന്തോ ചെയ്ത പോലെ ഉണ്ട്. പിന്നെ ഇങ്ങനെ മുടി എടുത്ത് വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം ചെയ്യണം കണ്ടായിരുന്നു. നോക്കട്ടെ, നോക്കാം. അയ്യോ, 2-3 സെക്കൻഡ് ഇങ്ങനെ വെച്ചേക്കാം. ഇവിടെ കോളിങ് നടക്കാം. നമുക്കതിനെ ഒന്ന് വിട്ട് കൊടുക്കാം. അയ്യോ, കുറച്ചേ ആയുള്ളൂ, പക്ഷെ കൊള്ളാല്ലേ. അതിസാഹസികമായി ഞാൻ ആ ഒരു മുടീനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തോടൊന്ന് ചെയ്ത് നോക്കാം. ചൂലുമായി പുറകിൽ അമൃത. പ്ലീസ് നോ. കുഴപ്പമില്ല. ഇത് നോക്കിയോ, അടുത്തതോടെ നോക്കിയോ. അത് ഞാൻ ആലോചിക്കുന്നതാ. ഇത്രയും നേരമായിട്ട് ഞാൻ കേൾ ചെയ്ത് ഇത്രയാണ്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. എൻ്റെ മുടിയുടെ ആ ഒരു ടെക്സ്ചർ വെച്ച് അത്യാവശ്യം ഉള്ളൊരു ക്വാളിറ്റി അതിൽ വന്നിട്ടുള്ളൂ സത്യത്തിൽ, കുറച്ച് മാത്രം. സോ ഞാൻ അങ്ങനെ ഈ ഒരു സൈഡുണ്ടല്ലോ, എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ ഞാൻ അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്തു ഗൈസ്. എൻ്റെ മുടി ഇങ്ങനെ ആയിപ്പോയി. സോ ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ലുക്കാവും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരിക, ഒരു 3-4 സെക്കൻഡ് ഇങ്ങനെ വെക്കുക, നൈസായിട്ട് കൊടുക്കുക, ഇങ്ങനെ വിട്ട് കൊടുക്കുക. റെഡി. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഞാൻ ബാക്കി പോർഷൻസ് ഇവിടെ ചെയ്യാൻ പോകണം. എന്തായാലും ഇറങ്ങി. ഇത് ഫുൾ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് ഞാൻ മടങ്ങുന്നുള്ളൂ.
ഇത് ശരിയായില്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാറായി എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. സത്യമായിട്ടും നല്ല കൈവേദന ഉണ്ട് എൻ്റെ കൈകൾ. നൈസ്. ചെറിയൊരു വ്യത്യാസം വരുത്തി ഫുള്ളായിട്ട് സ്പ്രേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരുവിധം എല്ലാവർക്കും ഞാൻ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അന്യൻ അമ്പി ലുക്കെല്ലാം ഓർമ്മയുണ്ട്. അയ്യോ, അന്യൻ ലുക്കാണല്ലോ, അമ്പി അല്ലല്ലോ. അത് തന്നെ, ആ ഒരു ലുക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ കാണും. കോൾ ചെയ്തെല്ലാം വേറെ ലുക്കായി മാറിയിട്ടുണ്ട്. ഞാൻ വിട്ടു കൊടുക്കുന്നില്ല. നോക്കട്ടെ എന്താ നടക്കാൻ പോകണം നോക്കട്ടെ. കാരണം ഞാൻ ഇത്രയും ചെയ്തപ്പോഴേ പകുതി അത് നിവർന്ന് വന്നായിരുന്നു. ബട്ട് ഞാൻ സാഡല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അങ്ങനെ കിടക്കണമുണ്ട്. എന്താ മുടിയുടെ ഈ തുമ്പറ്റമില്ലേ, സോ അതൊക്കെ കുറച്ചൊക്കെ അവളായിട്ടുള്ള തോന്നുന്നു കണ്ടിട്ട്. ആയിട്ടുണ്ട്. ഓ സന്തോഷം. സോ ഞാൻ ആലോചിക്കാണ്, എന്തായാലും ഇത്രയും ചെയ്തല്ലേ, ലൈക്ക് ഒരു ടവൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് നോക്കാം. എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടായാൽ കുറച്ചുകൂടെ നല്ലല്ലേ. സോ കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിഷ്ടമായി. നല്ലല്ലേ. കോൾസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സത്യമായിട്ടും കണ്ടില്ലേ, കാണിച്ചു തരാം. സോ കോൾസ് ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം. ഇനി അവരെ വിളിച്ച് കാണിക്കാം. അമ്മ, ഡോർ തുറക്കോ? ഇഷ്ടമായോ? ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായി. ഓക്കെ, അപ്പൊ സൂപ്പർ. അമ്മയുടെ അടുത്തോടെ ചോദിക്കാൻ അമ്മയുടെ അഭിപ്രായമാണ്. നോക്കിക്കേ എങ്ങനെയുണ്ട്. കുഴപ്പമില്ല. ഞാൻ അപ്പോഴും വഴക്ക് പറഞ്ഞെങ്കിലും കൊള്ളാല്ലേ, ഇപ്പം ആയിട്ടുണ്ട്. കുറച്ചുകൂടി ആകാമായിരുന്നു. കുറച്ചുകൂടെ വേണം. കുറച്ചുകൂടി വേണം. നോക്കട്ടെ. പക്ഷെ മറ്റേ മുടി തന്നെ നല്ലതല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. എൻ്റെ മുടിയുടെ ആ ഒരു കണ്ടീഷൻ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. സോ ഇത് നേരെയാക്കിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ എങ്ങനെ ഇരുന്നു അങ്ങനെ വരികയാണ്. ഈ മുടി എങ്ങനെ ഇരുന്നു ആ രീതിയിൽ ഞാൻ കൊണ്ടുവരും. അതുവരേക്കും ബൈ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. വെയിറ്റ് ചെയ്തപ്പോൾ മുടി ഇങ്ങനെ ആയിട്ടുണ്ട്. സീരിയസ്ലി ഈ ക്യാമറ കാണുന്നേക്കാളും നേരിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. സോ എൻ്റെ മുടി കുറച്ചൊരു കോളൊക്കെ കിട്ടിയിട്ടുണ്ട്.